ഈ തമീം ഇബ്നു ജമീലിനെ വധശിക്ഷയ്ക്ക് വിധിച്ച്. ഈ തമീം ഇബ്നു ജമീലിന് കുട്ടികളൊക്കെ ഉണ്ട്, ചെറിയ പറക്കം പറ്റാത്ത കുട്ടികൾ വരെയുണ്ട്. അയാളാണ് വധിക്കാൻ വിധിച്ചത്. വധശിക്ഷ നടപ്പിലാക്കുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ ചരിത്രത്തിൽ കാണാം, മുഅ്തസിം ബില്ല വന്നു വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അത് കാണാൻ വേണ്ടിയിട്ട് മുഅ്തസിം ബില്ല വന്നു. മുഅ്തസിം ബില്ല ഈ വ്യക്തിയുടെ നാവ്, അതേപോലെ തന്നെ സംസാരം, അതേപോലെ അദ്ദേഹത്തിൻ്റെ ആ മരണവേളയിൽ, വധശിക്ഷനല്ല മരണം മുന്നിൽ കാണുകയാണ്, ആ സമയത്ത് അയാളുടെ ഉറപ്പ്, ക്ഷമ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മുഅ്തസിം ബില്ല തീരുമാനിച്ചു. മുഅ്തസിം ചോദിച്ചു, മാ തഖൂലു യാ ജമീൽ, ജമീൽ നിനക്ക് എന്താ പറയാനുള്ളത്? അപ്പോൾ അയാൾ പറയണേ, വാളായിട്ട് ഇങ്ങനെ മറ്റേ ആൾ അവിടെ നിൽക്കുക. വസൈഫു മഷ്ഹൂർ, അമീറുൽ മുഅ്മിനീൻ, വാള് അത് ഊരിപ്പിടിച്ചിരിക്കുന്നു. വൽ കഫനു മൻഷൂർ, എന്നെ കഫൻ ചെയ്യാനുള്ള കഫൻ തുണി വിരിച്ചിട്ടിരിക്കുന്നു. വൽ ഖബറു ശിബ്ഹു മഹ്ഫൂർ, എന്നെ മറമാടാനുള്ള ഖബർ ഏകദേശം ഒരുങ്ങിക്കഴിഞ്ഞു. അസൈഫു മഷ്ഹൂർ, വൽ കഫൻ മൻഷൂർ, വൽ ഖബർ ശിബ്ഹു മഹ്ഫൂർ. എന്നിട്ട് അയാൾ ആ സമയത്തുണ്ടല്ലോ, ആ മരണവേളയിൽ ചില വരികൾ ചൊല്ലി. അതെന്താണ്? അറൽ മൗത ബൈന സൈഫി വന്നത്ഇ കാമിനൻ യുലാഹിദുനി മിൻ ഹൈസു മാ അതഫല്ലതു വഅക്ബറു ദന്നി അന്നക അൽയൗമ തഖാതിലി വഅയ്യു ഇംറിഇൻ മിമ്മാ ഖലല്ലാഹു യഫ്ലതു യഇസു അലൽ ഔസ് ഇബ്നു തഗ്ലബ മൗഖിഫുൻ യസില്ലു അലയ്യ അസ്സൈഫു ഫീഹി വഅസ്കുതു വമാ ജസഇ മിൻ അൻ അമൂത വഇന്നനി ലഅലമു അന്നൽ മൗത ശൈഉൻ മുഅഖ്ഖതു വലാകിൻ خلفي سبية قد تركتهم وأكبادهم من حسرة تتفتتوا كأني أراهم حين عنعى إليهم وقد خامشوا تلك الوجوه وصوتوا فإن عشت عاشوا سالمين بغبطة أذود الردى عنه وإن مت موتوا. ഇതാണ് അദ്ദേഹം പാടിയത്. ആര്? ഈ വെട്ട് പ്രതീക്ഷിച്ച് കഴിയുന്ന വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം നിമിഷങ്ങളാണ് അയാളുടെ ആ ജീവിതം ശേഷിക്കുന്നത് എന്നുള്ളത് അയാൾക്കറിയാം. അദ്ദേഹം പറഞ്ഞ്, മരണം വാളിൻ്റെയും എന്നെ ഇരുത്തിയിരിക്കുന്ന ഈ തോൽവിരി അതിൻ്റെയും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്നത് ഞാൻ കാണുന്നു. ഞാൻ നോക്കുന്നിടത്തെല്ലാം മരണം ഒളിഞ്ഞിരുന്ന് എന്നെ നിരീക്ഷിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളെന്നെ വധിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അള്ളാഹു വിധിച്ചതിൽ നിന്ന് ഏതൊരു മനുഷ്യനാണ് ഓടി ഒളിക്കാൻ സാധിക്കുക എന്ന് തുടങ്ങിയിട്ട് അദ്ദേഹം പറയാണ്, മരിക്കുന്നതിൽ എനിക്ക് വേദനല്ല. കാരണം എന്താ? മരണം അത് സുനിശ്ചിതമാണ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഞാൻ വീട്ടിൽ പറക്കം മുറ്റാത്ത കുറേ കുട്ടികളെ ശേഷിപ്പിച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. എൻ്റെ മരണവാർത്ത അറിഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾ പൊട്ടിത്തെറിക്കും എന്നുള്ളത് എനിക്കറിയാം. ഞാൻ മരിച്ചു എന്നുള്ള വാർത്ത അറിയിക്കപ്പെട്ടാൽ അവരുടെ ആ ചെറുമുഖങ്ങൾ മാന്തി കീറുന്ന ഒരു വേദനയുടെ അവസ്ഥ അവർക്ക് വരും. അവർ ഒച്ച വെച്ച് കരയും. ഞാൻ ജീവിച്ചാൽ അവർ സുരക്ഷിതരായിട്ട് ജീവിക്കും. ഞാൻ മരിച്ചിട്ടുണ്ട് എങ്കിൽ മരിച്ചവരെ പോലെയായിരിക്കും അവരുടെ ശിഷ്ടജീവിതം എന്നർത്ഥം വരുന്ന ഈ കവിതകളാണ് ഈ ജമീൽ അല്ലെങ്കിൽ തമീം ഇബ്നു ജമീൽ ആ സമയത്ത് പാടിയത്. മനസ്സിലായി? മരണസമയത്തുള്ള അയാളുടെ ആ ചങ്കൂറ്റവും അയാളുടെ ആ ക്ഷമയുടെ നിലപാടും. മുഅ്തസിം ബില്ല ഭയങ്കര ക്രൂരനാണ്, ഗൗരവമുള്ള കടുത്ത ശക്തനായ ഭരണാധികാരിയാണ്. എന്താ പറഞ്ഞത്? തറക്തുക ലില്ലാഹ് വലിസിബിയതിക്, അന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു അള്ളാഹുവിന് വേണ്ടി, നിൻ്റെ ആ കുട്ടികളെ ഓർത്ത് എന്നാണ് അവിടെ വെച്ച് മുഅ്തസിം ബില്ല അയാളോട് പറയുകയുണ്ടായത്.